ലൂക്കോസിന്റെ സുവിശേഷം 19-ാം അധ്യായത്തിന്റെ 1 മുതൽ 10 വരെയുള്ള വാക്യത്തിൽ നാം ഉയരം കുറഞ്ഞ ഒരു ടാക്സ് കളക്ടറായ പാപിയെന്ന് സമൂഹം വിളിച്ച മനുഷ്യനായിരിക്കുന്ന സക്കേവൂസ് യേശുവിനെ കാണാൻ ആഗ്രഹിച്ച കാര്യവും യേശു ആ വഴിയെ നടന്നു വന്ന് കാട്ടത്തിയിൽ കയറി നിൽക്കുന്ന അവിടെ ഇരിക്കുന്ന സക്കേവൂസിനോട് ഇന്ന് ഞാൻ നിന്റെ ഭവനത്തിൽ പാർക്കേണ്ടതാകുന്നു എന്ന് പറഞ്ഞപ്പോൾ അവൻ പെട്ടെന്ന് തന്നെ ധൃതിയിൽ താഴേക്ക് ഇറങ്ങി വരികയും അവൻ യേശുവിനോടൊപ്പം അവൻ വീട്ടിലേക്ക് നടക്കുകയും ചെയ്തപ്പോൾ അവൻ പറഞ്ഞ ചില കാര്യങ്ങൾ നാം കേൾക്കുവാനായി. ഞാൻ എന്റെ സ്വത്തിൽ പകുതി ഞാൻ ദരിദ്രർക്ക് കൊടുക്കും. ആരോടെങ്കിലും ഞാൻ ചതിവായി വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ അതിന് 4 ഇരട്ടി കൊടുക്കുവാൻ ഇടയായി. യേശു പറഞ്ഞ വാക്യം നാം വായിച്ചു കേൾപ്പാനിടയായി. നഷ്ടപ്പെട്ടതിനെ തേടിയല്ലോ മനുഷ്യപുത്രൻ ഭൂമിയിലേക്ക് വന്നിരിക്കുന്നത്. ഞാൻ ഇങ്ങനെ പറയുവാൻ ആഗ്രഹിച്ചു. അവർ ഗോഡ് ഈസ് എ ഗോഡ് ഓഫ് കെയറിംഗ് ആൻഡ് ഷെയറിംഗ്. നമ്മുടെ ദൈവം നമ്മെ സംരക്ഷിക്കുന്നവനും ദൈവിക ഗുണങ്ങൾ നമുക്ക് നൽകുന്നവനുമാണ്. എന്താണ് നാം കെയർ ചെയ്യേണ്ടത്? എന്താണ് നാം ഷെയർ ചെയ്യേണ്ടത്? പ്രത്യേകിച്ച് ഈ ലോക്ക്ഡൌൺ ടൈമിൽ നാം ചിന്തിക്കാൻ ഉതകുന്നതായിരിക്കുന്നത് വേദഭാഗമാണ് ഇന്ന് ദൈവത്തിന്റെ ആത്മാവ് നമുക്ക് നൽകിയിരിക്കുന്നത്. ഒരു കാര്യം ഞാൻ പറയുവാൻ ആഗ്രഹിക്കുന്നു. ലൂക്കോസിന്റെ സുവിശേഷം 6-ാം അധ്യായം അതിന് 38-ാമത്തെ വാക്യത്തിൽ നമുക്ക് ലഭിക്കുന്നതായിരിക്കുന്ന ആ അനുഗ്രഹങ്ങൾ അല്ലെങ്കിൽ നമുക്ക് ലഭിക്കുന്നതായിരിക്കുന്ന ആ റിവാർഡ്സ് നമ്മുടെ എങ്ങനെയുള്ള ഷെയറിങ്, എങ്ങനെയുള്ള കെയറിങ് മൂലമാകുമെന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ട്. നമുക്ക് വായിക്കാം. ലൂക്കോസിന്റെ സുവിശേഷം 6-ാം അധ്യായം 38-ാമത്തെ വാക്യം. നിങ്ങൾ കൊടുത്താൽ നിങ്ങൾക്ക് കിട്ടും. അത് സാധാരണ അമർത്തി കുലുക്കി കിട്ടുന്ന തരത്തിലുള്ള ഗുഡ് മെഷർ. അമർത്തി കുലുക്കി നിറച്ച് നിറച്ച് കണ്ടോ? നാം എങ്ങനെയാണ് കൊടുക്കുന്നത് അതുപോലെ ആയിരിക്കും നമുക്ക് തിരിച്ചു കിട്ടുക. നമുക്കറിയാം എംസാൻഡൊക്കെ വാങ്ങിക്കാൻ ചെല്ലുമ്പോൾ അതങ്ങനെ നിറയ്ക്കുന്ന രീതിയുണ്ട്. ചിലപ്പോൾ ഒരുപക്ഷെ 100 അടിയുടെ വണ്ടിയിൽ 100 അടി കയറില്ല. എന്നാൽ നന്നായി ചവിട്ടി അത് ശരിക്ക് കൊടുക്കണമെന്ന് ആഗ്രഹിക്കുന്ന തരത്തിൽ കൊടുത്താലോ നല്ല ഒരു അളവ് നമുക്ക് ലഭിക്കും. ഇവിടെ പറയുകയാണ് നാം എങ്ങനെ മെഷർ ചെയ്യുന്നു അതുപോലെ ഇരട്ടിയായി നൽകുന്ന ഒരു ദൈവമുണ്ടെന്ന കർത്താവ് പറഞ്ഞതിന്റെ സാരം. നാം കൊടുക്കണം, നാം കൊടുക്കാൻ ബാധ്യസ്ഥരാണ്. എന്നാൽ ഇവിടെ നമുക്കിങ്ങനെ കാണുവാൻ കഴിയും, നാം ആരെയാണ് കെയർ ചെയ്യേണ്ടത്, ആർക്കാണ് എന്താണ് കൊടുക്കേണ്ടത്. ഈ ലോക്ക്ഡൌൺ ടൈമിൽ നാം ചിന്തിക്കുക, ആർക്കാണ് കൊടുക്കേണ്ടത്. നമുക്ക് ഇങ്ങനെ മനസ്സിലാക്കാൻ കഴിയും. കൊടുക്കേണ്ട കൂട്ടർ 3 ഉണ്ട്. 3 തരത്തിലുള്ള ആൾക്കാർക്കാണ് നാം കൊടുക്കേണ്ടത്. ഒന്നാമത് നാം കൊടുക്കേണ്ടത് ആർക്കായിരിക്കണം? നഷ്ടപ്പെട്ടവർക്ക് കൊടുക്കണം. എസ്തർ കൃത്യമായി പറഞ്ഞു, നഷ്ടപ്പെട്ടവർക്കാണ് നാം കൊടുക്കേണ്ടത്. 2, ദരിദ്രർക്ക് കൊടുക്കണം. കർത്താവ് പറഞ്ഞു, ദരിദ്രർ എപ്പോഴും നിങ്ങളോട് കൂടെയുണ്ടല്ലോ, നിങ്ങൾ കൊടുക്കാൻ ബാധ്യസ്ഥരാണ്. ഹല്ലേലൂയ. എന്നാൽ ദൈവത്തിനും ദൈവവേലയ്ക്കും കൊടുക്കേണ്ടത് എടുത്തല്ല ദരിദ്രർക്ക് കൊടുക്കേണ്ടത്. അതുകൊണ്ട് കർത്താവ് ആ സ്ത്രീ കൊണ്ടുവന്ന ഏറ്റവും വിലയേറിയതായിരിക്കുന്ന സുഗന്ധദ്രവ്യം കർത്താവിനോടുള്ള ബഹുമാനാർത്ഥം കൊടുത്തപ്പോൾ നിരസിക്കാതിരുന്നതിന്റെ കാരണം ശിഷ്യന്മാർക്ക് ഒരു ലെസൺ പഠിപ്പിച്ചു കൊടുത്തു. അവർ പറഞ്ഞു, ഇത് വിറ്റ് ദരിദ്രർക്ക് കൊടുത്തൂടെ എന്ന്. കർത്താവ് പറഞ്ഞു, ദരിദ്രർ എപ്പോഴും നിങ്ങളോട് കൂടെയുണ്ട്. പക്ഷേ ദൈവത്തിന് കൊടുക്കേണ്ട 1-ാം സ്ഥാനം, ദൈവത്തിന് കൊടുക്കേണ്ട മഹത്വത്തിനായി ചെലവഴിക്കുവാൻ ദൈവം ആഗ്രഹിക്കുന്നുണ്ട്. പ്രൈസ് ദി ലോർഡ്. അത് ദൈവം പ്രോത്സാഹിപ്പിക്കുന്നുണ്ട്. അത് ദൈവം നിരുത്സാഹപ്പെടുത്തുന്ന ദൈവം അല്ല. ഹല്ലേലൂയ. 3-ാമത്തെ ഒരു കൂട്ടരുണ്ട്. 1 നഷ്ടപ്പെട്ടവർ, 2 ദരിദ്രർ, 3 വേദന അനുഭവിക്കുന്നവർ. പ്രൈസ് ദി ലോർഡ്. വേദന അനുഭവിക്കുന്നവർ. ഹല്ലേലൂയ. ഒരുപക്ഷെ പണമുണ്ടായിരിക്കാം, ഒരുപക്ഷെ ജീവിത സാഹചര്യം ഉണ്ടായിരിക്കാം. പക്ഷേ ഇപ്പോൾ മരുന്ന് കിട്ടാനില്ല,
പലരും നിങ്ങൾ ഈ ഫോൺ നമ്പറിൽ ബന്ധപ്പെടുക, ഞങ്ങൾ നിങ്ങൾക്ക് മരുന്ന് എത്തിച്ചു തരാമെന്ന് പറയുന്നവരുണ്ട്. വേദന അനുഭവിക്കുന്നവർ. കഴിഞ്ഞ ദിവസം ഞാൻ കേൾക്കാനിടയായി, പെയിൻ കില്ലർ പോലും കിട്ടാതെ എത്രയോ കിലോമീറ്ററുകൾ സഞ്ചരിച്ച് പെയിൻ കില്ലർ വാങ്ങിക്കുവാനിടയായ സാഹചര്യത്തെക്കുറിച്ച് വിദേശത്ത് നിന്ന് ഒരാൾ എഴുതിയതായിരിക്കുന്ന ഒരു സോഷ്യൽ മീഡിയയിൽ സന്ദേശം ഞാൻ കേൾക്കുവാനിടയായി. പ്രിയപ്പെട്ടവരെ, കൊടുക്കേണ്ടവർ 3 കൂട്ടരാണ്. 1 നഷ്ടപ്പെട്ടവർ, 2 ദരിദ്രർ, 3 വേദന അനുഭവിക്കുന്നവർ. നിങ്ങളുടെ കണ്ണുകളൊന്ന് തുറന്നു നോക്കുക. നിങ്ങൾ കർത്താവിനോട് കൂടെ നടക്കുന്നവനാണെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ ഒരു മാറ്റം വരുവാനിടയാവും. സക്കേവൂസ് കർത്താവിനെ കാണുവാൻ ആഗ്രഹിച്ചു. അവൻ എങ്ങനെയുള്ളവനെന്ന് കാണുവാൻ ആഗ്രഹിച്ചു. അവന്റെ അടുത്തേക്ക് യാതൊരു വിധത്തിലും ഒരു തരത്തിലുള്ള പാർഷ്യാലിറ്റി ഇല്ലാത്ത കർത്താവ് സക്കേവൂസ്, നീ ഇറങ്ങി വരിക, നിന്റെ വീട്ടിൽ ഞാൻ ഇന്ന് പാർക്കുവാൻ ആഗ്രഹിക്കുന്നു എന്ന് പറഞ്ഞ അവന്റെ വീട്ടിലേക്കുള്ള യാത്രയുടെ ആരംഭം. ഞാൻ വിശ്വസിക്കുന്നു അവൻ ദൈവത്തോടു കൂടിയുള്ള ഒരു യാത്രയുടെ ആരംഭമായിരിക്കാം അത്. പ്രൈസ് ദി ലോർഡ്. ദൈവത്തോടുകൂടി യാത്ര ആരംഭിച്ച ആരെങ്കിലും എന്നെ കേൾക്കുന്നുവെങ്കിൽ, പ്രിയപ്പെട്ടവരെ, എന്താണ് നാം ചെയ്യേണ്ടത്? നാം വാങ്ങേണ്ടവരല്ല, നാം വാങ്ങിക്കേണ്ടവരല്ല. അവൻ സക്കേവൂസിന്റെ സ്വഭാവം എന്തായിരുന്നു? അവൻ മറ്റുള്ളവരിൽ നിന്ന് പണം വളരെ പ്രഷറോടുകൂടി വാങ്ങിക്കുന്നവനായിരുന്നു. അവൻ ഒരുപക്ഷെ പലിശയ്ക്ക് കൊടുക്കുന്നവനായിരിക്കാം. ഞാനിങ്ങനെ കേട്ടിട്ടുണ്ട്, പലിശയ്ക്ക് കൊടുക്കുന്നവരൊക്കെയും ഫ്രീ ആയിട്ട് കൊടുക്കാൻ ഭയങ്കര മടിയുള്ളവരായിരിക്കും. ആരൊരാൾ ഒരിക്കൽ പറഞ്ഞു, ഞാൻ കുറ്റപ്പെടുത്തി പറയുന്നതല്ല, ഒരാൾ പറഞ്ഞ വാക്ക് ഞാൻ കടമെടുത്ത് പറയുന്നത്, ബാങ്ക് ജോലിക്കാരൊക്കെ പലപ്പോഴും കൊടുക്കുന്നതിൽ വളരെ പിശുക്കന്മാരായിരിക്കും. എനിക്കറിഞ്ഞുകൂടും. പക്ഷെ ഒരു കാര്യം പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. പലിശ കൃത്യമായി വാങ്ങിച്ച് മറ്റുള്ളവരിൽ നിന്ന് എങ്ങനെയും അവരെ ചോരയും നീരും ഊറ്റിയെടുക്കാൻ ആഗ്രഹിച്ച സക്കേവൂസ് ദൈവത്തോടുകൂടി നടക്കാൻ തുടങ്ങിയപ്പോൾ അവനൊരു പുതിയ സൃഷ്ടിയായി. അവൻ പറയുന്ന വാക്ക് ശ്രദ്ധിക്കുക, എന്റെ സ്വത്തിൽ പകുതി ഞാൻ ദരിദ്രർക്ക് കൊടുക്കും. പ്രൈസ് ദി ലോർഡ്. ട്രാൻസ്ഫോർമേഷൻ വാക്കിലല്ല, ട്രാൻസ്ഫോർമേഷൻ പ്രതിജ്ഞയിലല്ല, ട്രാൻസ്ഫോർമേഷൻ ജീവിതത്തിലാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. നാം ദരിദ്രർക്ക് കൊടുക്കണം, നഷ്ടപ്പെട്ടവന് കൊടുക്കണം, നാം വേദന അനുഭവിക്കുന്നവന് കൊടുക്കണം. ഹല്ലേലൂയ. അവൻ പറയുകയാണ്, ചതിവായി ആരോടെങ്കിലും പറ്റിച്ചു വാങ്ങിയിട്ടുണ്ടെങ്കിൽ ഞാൻ എന്റെ ആ പറ്റിച്ചതിന് എത്ര ഇരട്ടിയാ? 4 ഇരട്ടി. ആ പറ്റിച്ച പണം കൊണ്ടവൻ 4 ഇരട്ടി ധനികനായിട്ടുണ്ട്. അതും കാൽക്കുലേറ്റ് ചെയ്തു. എല്ലാം കൊടുക്കാം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഞാൻ പറഞ്ഞതിന്റെ സാരം, നാം കൊടുക്കേണ്ടത് 3 കൂട്ടർക്കാണെന്നാണ് ഞാൻ ഇപ്പോൾ ആദ്യമായിട്ട് പറയുവാനിട്ടിടയായത്. രണ്ടാമതായിട്ട് ഞാൻ പറയുവാൻ ആഗ്രഹിക്കുന്ന കാര്യം, നാം എന്താണ് കൊടുക്കേണ്ടത് എന്നാണ്. നാം എന്താണ് കൊടുക്കേണ്ടത്? നമുക്ക് വായിക്കാം. നാം ലഭിക്കുന്നതിനേക്കാൾ കൊടുക്കുന്നതാണ് നല്ലതെന്ന് പറയുന്ന ഒരു വാക്യം ദൈവവചനത്തിലുണ്ട്. നിങ്ങൾക്കറിയാമോ? ഒന്ന് പറയാമോ? അപ്പോസ്തല പ്രവൃത്തി 20-ാം അധ്യായത്തിന്റെ 35-ാമത്തെ വാക്യം ശ്രദ്ധിക്കുക, ശ്രദ്ധിക്കുക. അപ്പോസ്തല പ്രവൃത്തി 20-ാം അധ്യായത്തിന്റെ 35-ാമത്തെ വാക്യം. ഓക്കെ, വായിക്കാം. I have shown you in every way by laboring like this. You must support the weak. And remember the words of the Lord Jesus, that he said, it is more blessed to give than to receive. ദൈവവചനത്തിൽ എന്നെ അത്ഭുതപ്പെടുത്തുന്ന ഒരു കാര്യമാണ്, കർത്താവ് യേശു പറഞ്ഞു എന്ന് അപ്പസ്തോലനായിരിക്കുന്ന പൗലോസ് പറയുന്ന ഒരു വാക്കാണിത്. നീഡിയായിരിക്കുന്ന ആൾക്കാരെ സപ്പോർട്ട് ചെയ്യണം. വാങ്ങിക്കുന്നതിനേക്കാൾ കൊടുക്കുന്നത് നല്ലതെന്ന്, അനുഗ്രഹിക്കപ്പെട്ടതെന്ന് യേശു പറഞ്ഞു എന്ന് പറയുന്ന വാക്യം ഞാൻ നിങ്ങളെ വെല്ലുവിളിക്കുന്നു. മത്തായി സുവിശേഷം
മർക്കോസിന്റെ സുവിശേഷം, ലൂക്കോസിന്റെ സുവിശേഷം, യോഹന്നാൻ എഴുതിയ സുവിശേഷം. ഈ 4 സുവിശേഷങ്ങൾ വായിച്ചാലും കർത്താവ് ലഭിക്കുന്നതിനേക്കാൾ കൊടുക്കുക എന്ന് പറയുന്ന ഒരു കമാൻഡ് നമുക്ക് കാണുവാനായിട്ട് കഴിയുകയില്ല. എന്നാൽ കർത്താവിൽ നിന്ന് പ്രാപിച്ചു എന്ന് ഉച്ചം കൊള്ളുന്ന, ദൈവമായും അതുപോലെ റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്ത അപ്പസ്തലനായിരിക്കുന്ന പൗലോസ് പറയുകയാ, നിങ്ങൾ ലഭിക്കുന്നതിനേക്കാൾ കൊടുക്കുന്നത് നല്ലതെന്ന് അറിയണം. ഇന്ന് പല ഓൺലൈൻ ചർച്ചകളിലും ചെറിയ 10 മിനിറ്റിന്റെ ക്ലിപ്പ് കഴിയുമ്പോഴേക്കും ഇതാ ബോർഡിൽ വരുന്നു, നിങ്ങൾ പണം അയക്കുക, അയക്കേണ്ട വിലാസം, അയക്കേണ്ട നമ്പറുകൾ, അത് ഗൂഗിൾ പേ നിമിത്തം, ഫോൺ പേ, എന്താ പറയാ, ഫോൺ പേ, ഗൂഗിൾ പേ, പിന്നെ പേടിഎം, അങ്ങനെയൊക്കെയുള്ളതിലൂടെ അയക്കി. നിങ്ങൾക്ക് ഞായറാഴ്ച തരാൻ പറ്റിയില്ലെങ്കിൽ നിങ്ങൾ കാണുന്ന ദിവസം അതൊക്കെയും കണക്ക് കൂട്ടി വെച്ച് അയക്കി, ഞങ്ങൾക്ക് വേണം, കർത്താവിന്റെ വേലയ്ക്ക് വേണം എന്ന് പറഞ്ഞ് ആവശ്യപ്പെടുന്നതായ പലതും ഞാൻ ടിവിയിൽ കാണുന്നുണ്ട്, സോഷ്യൽ മീഡിയയിൽ കാണുന്നുണ്ട്. എന്റെ പ്രിയപ്പെട്ടവരെ, എന്റെ കർത്താവ് പറയുന്ന വാക്ക് മറിച്ചാണ്. കർത്താവ് പറയുകയാണ്, നിങ്ങൾ കൊടുപ്പീൻ, ലഭിക്കുന്നതിനേക്കാൾ കൊടുപ്പീൻ. പക്ഷേ വളരെ ദൗർഭാഗ്യവശാൽ, വളരെ ദുഃഖകരമെന്ന് പറയട്ടെ, പല ക്രിസ്ത്യൻ ലീഡേഴ്സും ആക്രാന്തം കാണിക്കുക, വരട്ടെ, കിട്ടട്ടെ, ലഭിക്കട്ടെ, ഇങ്ങോട്ട് പോരട്ടെ എന്ന് പറയുന്ന ശൈലി. പ്രിയപ്പെട്ടവർ, എന്താണ് നാം കൊടുക്കേണ്ടത്? നമുക്ക് ആ വാക്യം ഒന്നുകൂടി വായിക്കാം. ഞാൻ നിങ്ങൾക്കൊരു മാതൃക കാണിച്ചു എന്ന് ആര് പറയുന്നത്? പൗലോസ് പറയുന്നത്. ഞാൻ അധ്വാനിച്ചു. എങ്ങനെ? നിങ്ങൾ പാവപ്പെട്ടവരെ സഹായിക്കാനുള്ള മാതൃക നൽകേണ്ട വിധത്തിൽ ഞാൻ പ്രവർത്തിച്ചു എന്ന്, അധ്വാനിച്ചു എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. ഇനി എന്നിട്ടാ പറയുന്നത്, ലഭിക്കുന്നതിന് കൊടുക്കുന്നത് നല്ലതെന്ന്, അനുഗ്രഹിക്കപ്പെട്ടതെന്ന് കർത്താവ് പറഞ്ഞ വാക്കുകൾ ഓർക്കുകയും. എന്തൊക്കെയാ കൊടുക്കേണ്ടത്? നമുക്ക് ലഭിച്ചത് നമുക്ക് കൊടുക്കണം. കർത്താവ് പറഞ്ഞു, നിങ്ങൾക്ക് ഫ്രീ ആയി ലഭിച്ചതൊക്കെ എന്ത് ചെയ്യണം? നിങ്ങൾ വില കൂടാതെ കൊടുക്കണം. സൗജന്യമായി ലഭിച്ചത് സൗജന്യമായി കൊടുക്കണം. കൃപാവര പ്രാപ്തനാണോ? കൃപാവരങ്ങൾ ജ്വലിപ്പിച്ച് കൃപാവരത്താൽ ഒരാളെ സഹായിക്കുമ്പോൾ അതിന് കാശ് കണക്ക് പറഞ്ഞ് വാങ്ങിക്കരുത്. ഹല്ലേലൂയ. പണ്ടൊരിക്കൽ ഒരാൾ പറഞ്ഞു, ഗൾഫിൽ വചനം സത്യമായി പഠിപ്പിക്കാൻ വരുന്നവർക്ക് വലിയ ഡിമാൻഡ് ഇല്ല, പ്രോഫറ്റിക് വീട് പറയുന്നവർക്ക് പിന്നാലെ ആൾക്കാർ, ഒരു കണിയാന്റെ പിന്നാലെ പോകുന്ന, ഭാവി ഭൂതം പ്രവചിക്കുന്നവരുടെ പിന്നാലെ പോകുന്ന മനുഷ്യരെ പോലെയാണ് എന്ന് പറയുവാനായിട്ടിടയായി. ചിലർ ആ ലെവലിൽ അധപ്പതിച്ചു പോയി. ഹല്ലേലൂയ. നമുക്ക് ലഭിച്ച പൊസിഷൻസ് നാം കൊടുക്കാൻ തയ്യാറാകണം. ഹല്ലേലൂയ. ദൈവത്തിന്റെ വചനം അങ്ങനെയാണ് പറയുന്നത്. മറ്റൊന്ന്, നമുക്ക് ലഭിച്ച പണം നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും? കൊടുക്കുവാനായിട്ട് കഴിയും. ദരിദ്രർക്ക് കൊടുക്കുവാൻ കഴിയും, നഷ്ടപ്പെട്ടവന് കൊടുക്കുവാൻ കഴിയും, വേദന അനുഭവിക്കുന്നവന് കൊടുക്കാൻ കഴിയും. ഹല്ലേലൂയ. മൂന്നാമത്തെ കാര്യം, നമുക്ക് ഭക്ഷണം കൊടുക്കാൻ കഴിയും. എന്ത് കൊടുക്കാൻ കഴിയും? ഒരു മനുഷ്യന്റെ പ്രൈമറി ആയിരിക്കുന്ന നീഡും ഇല്ലേ, എസെൻഷ്യൽ നീഡും. എന്താണ് എസെൻഷ്യൽ നീഡ്? വിലപിടിപ്പുള്ള വസ്ത്രമാണോ? കാറാണോ? അല്ലെങ്കിൽ ഉന്നത അധികാരങ്ങളാണോ? പറമ്പാണോ? ഒന്നുമല്ല. എന്താണ് എസെൻഷ്യൽ നീഡ്? മനുഷ്യന് ആവശ്യമായ എസെൻഷ്യൽ നീഡുകൾ എന്തൊക്കെയാണ്? ഭക്ഷണം, വെള്ളം, വായു. പ്രിയപ്പെട്ടവരെ, വെള്ളം, വായു, ഭക്ഷണം. അതുകൊണ്ട് കർത്താവിന് നന്നായിട്ടറിയാം. 3 ദിവസം ദൈവവചന ശുശ്രൂഷ നടത്തി തിരിച്ചു പോകുന്ന ജനത്തിന് കർത്താവ് എന്ത് കൊടുത്തു? ഭക്ഷണം കൊടുത്തു. അപ്പവും മീനും അവർക്ക് വയറു നിറയെ കൊടുത്തു. ഹല്ലേലൂയ.
പ്രിയപ്പെട്ടവരെ, 3 കാര്യങ്ങളാണ് നമുക്ക് എടുക്കേണ്ടത്. നമ്മുടെ പൊസഷൻസ്, നമുക്ക് സ്വന്തമായി ലഭിച്ചിരിക്കുന്ന നമുക്ക് പൊസസ്ഡ് ആയിരിക്കുന്ന സാധനങ്ങൾ. 2 പണം. 3-ാമത്തെ കാര്യം ഭക്ഷണം. ഞാൻ ഈ നിർമ്മല സീതാരാമൻ കഴിഞ്ഞ ദിവസം മോഡി പ്രഖ്യാപിച്ച എത്രയോ ലക്ഷം കോടി രൂപ കൊടുക്കുന്ന രീതികളെ കുറിച്ച് കേട്ടപ്പോ ഞാനിങ്ങനെ ന്യൂസിൽ ഇങ്ങനെ കാതോർത്തുണ്ട്. ആരൊക്കെ പറയുന്നുണ്ട് 60 വയസ്സ് കഴിഞ്ഞവർക്ക് ഒരു ഏകീകൃതമായി 10,000 രൂപ വെച്ചുള്ള പെൻഷൻ എല്ലാവർക്കും കൊടുക്കും. എല്ലാവർക്കും കിട്ടിയാൽ നല്ലതാണ്, അതിന് അനുകൂലിക്കുന്നവർ ലൈക്ക് ചെയ്യണം എന്നൊക്കെ പറഞ്ഞിട്ട് സോഷ്യൽ മീഡിയയിൽ കാണാറുണ്ട്. അത് കാണുമ്പോൾ ചിലപ്പോ വലിയ കൊട്ടക്കണക്കിന് പൈസ പെൻഷൻ കിട്ടുന്ന ആൾക്കാരുടെ നെറ്റി ചുളിയുമായിരിക്കാം. പക്ഷേ സാധാരണക്കാരന് വലിയൊരു ആശ്വാസമായിട്ട് തോന്നാം. നടപ്പിൽ വരുമോ എന്ന് ദൈവം തന്നെ കണ്ടു. പക്ഷെ ഒരു കാര്യം ഞാൻ പറയാം, ഞാനിങ്ങനെ വിചാരിക്കുക, ഓരോ റേഷൻ കാർഡ് ഉടമയ്ക്കും ഈ കൊറോണ സമയത്ത് കേന്ദ്ര ഗവൺമെന്റ് 10,000 രൂപ വെച്ച് അവരുടെ അക്കൗണ്ടുകളിലേക്ക് ഒന്ന് അയച്ചു തന്നെങ്കിൽ അവരുടെ കൈകളിൽ പണം കിട്ടുമല്ലോ. ഈ വാർത്ത വരും എന്ന് ശ്രദ്ധിച്ചുകൊണ്ട് TV ചാനലിലിരിക്കുമ്പോൾ കൽക്കരി ഖനികൾക്ക് 100 കോടി 200 കോടി ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്ന ആൾക്കാർക്ക് ഈടുകൂടാതെ വായ്പ, വിമാനത്താവളങ്ങൾ വാങ്ങിക്കാനുള്ള കാര്യം എന്തിനു പറയുന്നു? സാധാരണക്കാരന്റെ കയ്യിൽ 1 രൂപ പോലും നേരിട്ടെത്തിക്കാൻ കഴിയാതെ വളഞ്ഞും തിരിഞ്ഞും കുളഞ്ഞുമുള്ള ഒരു തരത്തിലുള്ള പ്രഖ്യാപനങ്ങളെ കൊണ്ട് നിറയുകയാണ്. ഞാനിങ്ങനെ ചിന്തിച്ചു പോയി, കൊറോണയെ സത്യത്തിൽ സമ്മതിച്ചു പോയി. കൊറോണ വന്നതുകൊണ്ടാണ്, കൊറോണ വരുന്നതിന് മുമ്പ് എത്ര സമയമുണ്ടായിരുന്നു ഇതുപോലത്തെ വികസന പ്രവർത്തനത്തെ ഇത്രയും വികസിപ്പിച്ച് കാണിച്ചു കൊടുക്കാൻ? പക്ഷെ കൊറോണയുടെ സമയത്ത് മാത്രമേ ഇത് സാധിച്ചുള്ളൂ. കൊറോണയ്ക്ക് അതുകൊണ്ട് നന്ദിയുണ്ട്. കൊറോണ കാരണം ഇന്ത്യ ഗവൺമെന്റ്, ഇന്ത്യയുടെ ആ വളർച്ച, എന്തെല്ലാം കാര്യങ്ങളാണ് പറയുന്നത്. ഞാൻ അതിനെ ഒന്ന് എതിർക്കുകയല്ല, മറിച്ച് പണം കൊടുക്കേണ്ടിടത്ത് പണം കൊടുക്കണം, ഭക്ഷണം കൊടുക്കേണ്ടിടത്ത് ഭക്ഷണം കൊടുക്കണം, സാധനങ്ങൾ കൊടുക്കേണ്ടിടത്ത് സാധനം കൊടുക്കണം. ഹല്ലേലൂയ. ഒരു ക്രിസ്ത്യാനിയോട് ഞാൻ വിളിച്ചു പറയുകയാണ്, നിനക്ക് ലഭിച്ചത്, നിനക്ക് സ്വന്തമായത്, നിന്റെ പണം, നിനക്ക് കൊടുക്കാൻ കഴിയുന്ന ഭക്ഷണം നീ മറ്റുള്ളവർക്ക് കൊടുക്കാൻ തയ്യാറാകണം. അതാർക്ക് കൊടുക്കണം? നഷ്ടപ്പെട്ടവന് കൊടുക്കണം, ദരിദ്രന് കൊടുക്കണം, വേദന അനുഭവിക്കുന്നവന് കൊടുക്കണം. ഹല്ലേലൂയ. അങ്ങനെ കൊടുത്താൽ നിനക്ക് എന്ത് ലഭിക്കും? പ്രതിഫലം ലഭിക്കും. എന്ത് ലഭിക്കും?